ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ മുസ്ലിം സമുദായത്തെ പല രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി പലരും പല സന്ദർഭത്തിലും ശ്രമിക്കാറുണ്ട്. അതിന് ഈ ഇടയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്താ വെച്ചാൽ, ഇപ്പോൾ ലീഗിനെ, അതുപോലെ SDPIനെ, അതേപോലെ ജമാഅത്തിനെ, ഇതിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെ ചാരി മുസ്ലിം സംസ്കാരത്തെയും സമുദായത്തെയും അതുപോലെ തന്നെ ഒരു വേള ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളെയുമൊക്കെ പ്രഹരിക്കുന്ന ഒരു രീതി ഈ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈയിടെയായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടുള്ളൊരു കൃത്യമായ വിയോജിപ്പാണ് നമുക്ക് ഈ രംഗത്ത് പറയാനുള്ളത്. കാരണം ചോദ്യം ഉന്നയിക്കുന്നവരെ വേഗം തീവ്രവാദ ചാപ്പ അടിച്ചുകൊണ്ടൊരു മൂലക്കിരുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ SDPI ആകട്ടെ, ജമാഅത്താകട്ടെ, മറ്റുള്ള ആ ടീമിൽപ്പെട്ട ആരാകട്ടെ, അവരോടൊക്കെ നമുക്ക് ആശയപരമായി നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിയോജിപ്പുകളുണ്ട്. ഇപ്പോൾ ഈ SDPIൻ്റെ കുറച്ചുകൂടി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ NDF, അതൊക്കെ ഇവിടെ കേരളത്തിൽ കടന്നു വന്ന സമയത്ത് അവരതിന് ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവരാ പറയുന്ന നിലപാട് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അവർക്ക് അതിനെതിരെ പഠിപ്പിച്ചു കൊടുത്തവരാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനവും അനുബന്ധമായ സംഘടനകളൊക്കെ. അപ്പോൾ അവരോടൊക്കെ കൃത്യമായ വിയോജിപ്പുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോട് അവരുടെ ആശയപരമായ കാര്യങ്ങളിൽ കാലങ്ങളായിട്ട് പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിയോജിപ്പുകളും വിമർശനങ്ങളും എമ്പാടുമുണ്ട്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ, അത് സമുദായത്തെ മുസ്ലിങ്ങളെയും ബാധിക്കുന്നൊരു വിഷയം വരുമ്പോൾ അവർ ഒരു ജെനുവിനായൊരു വിഷയം പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ ജെനുവിനായൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനാരെങ്കിലും ഓൺ ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പറഞ്ഞവരെ കൂടി ഇവരോടൊപ്പം കൂട്ടിവെക്കുക, എന്നിട്ട് അത് മൊത്തം തീവ്രവാദികളാണെന്ന് പറയാം. അങ്ങനെ ഇതിൻ്റെ ഒരു ക്യാൻവാസ് ഇങ്ങനെ വർദ്ധിച്ച് വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഹരീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയെ നമ്മൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു മുസ്ലിം വിരോധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കതിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് അയാൾ പറയണത്, പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗും SDPI ഒക്കെ കേസിൽ എന്ത് ചെയ്തത്, ഇടപെട്ടത്. അതായത് അവിടെ വേഗം കൊണ്ടുവരികയാണ് ഒരു മതത്തിൻ്റെ ഛായയാണ് വേഗം ആ പ്രതിക്കും ആ വിഷയത്തിനും സംഭവത്തിനും വേഗം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം വിഷയങ്ങൾ സംഭവിച്ച വ്യക്തിക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ കൂടി നിലപാട് പുറത്തു വരുന്നൊരു സന്ദർഭം കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ. അതായത് ഇത്തരം വിഷയം വരുമ്പോൾ ഇതിലകപ്പെട്ട വ്യക്തി മാത്രമല്ല ഇവിടെ എന്താവുന്നത് ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്, മറിച്ച് അതിനോട് ആരാണ് ഇതിൻ്റെ ഇരക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലനിൽക്കുന്നത് സമൂഹം വിലയിരുത്തും. അതേപോലെ തന്നെ ആരാണ് ഈ പ്രതിയെ സംരക്ഷിക്കുന്നത് സമൂഹം വിലയിരുത്തും. അതേപോലെ തന്നെ ആരാണ് ഈ സന്ദർഭത്തിൽ സംസാരിക്കേണ്ട ആളുകൾ, നിർബന്ധമായി സംസാരിക്കേണ്ട ആളുകൾ മൗനം പാലിക്കുന്നത്, ആരാണ് ഒരു വാട്ട് അബൌട്ടറി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അവരങ്ങനെയാണെങ്കിൽ ഇവരിങ്ങനെ ഇവർ ചെയ്തിക്കണമെങ്കിൽ മറ്റേ സമുദായത്തിൽ വേറെ കുറേ ചെയ്തിട്ടില്ലേ എന്ന് തൂക്കൊപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത് ആരാണ്, പിന്നെ ഇതിനൊക്കെ വർഗീയമായി ഉപയോഗിക്കുന്നവരാരാണ്, ഇതൊക്കെ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്, എല്ലാവർക്കും ഒരു ബോധം വേണം. പിന്നെ മാത്രമല്ല, മുൻവിധിയുടെ ആഴം, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മുൻവിധിയുടെ ആഴം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഈ ഉസ്താദ്, അതേപോലെ മദ്രസ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ആ നരേറ്റീവ് കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് കേരളത്തിൽ ഇത്രയും വിവാദമായിട്ടുള്ളത്? അപ്പോൾ എന്താ വെച്ചാൽ, ഇവിടെ നേരത്തെ തന്നെ ഒരു നരേറ്റീവ് ഉള്ളതാണ് മദ്രസ എന്ന് പറഞ്ഞാൽ ഈ പീഡനത്തിൻ്റെ ഒരു കേന്ദ്രമാണ് എന്ന നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കിയത് ഈ സംഘപരിവാർ ചാനലുകളാണ്, തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളാണ്, അതേപോലെ ഈ എക്സ് മുസ്ലിമീങ്ങളാണ്. ഇത്തരം ആളുകളുടെ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങിക്കേട്ടിരുന്ന ഒരു ശബ്ദമാണത്. ആ അതിൻ്റെ മെഗാഫോണായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ യഥാർത്ഥത്തിൽ ഈ മദ്രസ ഇതൊക്കെ അത് അങ്ങനെ കോയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് എവിടെയും മനുഷ്യന്മാരിൽ എന്തുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് മദ്രസ എന്നോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളോ കേന്ദ്രങ്ങളൊന്നും ഒന്നുമില്ല, എവിടെയും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ആ പ്രശ്നത്തെ വേഗം ഒരു സമുദായത്തിലേക്കും മതത്തിലേക്കും വേഗം വെച്ച് കെട്ടി ഏച്ചു കൂട്ടി അതിനെ മൊത്തം
മൊത്തം ടാർണിഷ് അടിക്കുന്ന രീതിയിലുള്ള ഒരു രൂപമുണ്ടല്ലോ, അത് ഇവിടുത്തെ വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ആളുകളുടെ ആയുധമാണ്. ആ ആയുധം അതേപോലെ എടുത്ത് ഉപയോഗിക്കുന്നു ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ ഒരാൾ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അത് കേവലം അതൊരു ലീഗിൻ്റെ പ്രശ്നം, മറ്റേ പ്രശ്നം അവരെ പറയുന്ന അതല്ല, സമുദായത്തിൻ്റെ നെഞ്ചത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഇവർ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അഥവാ കാരണം ഒന്ന് നമുക്ക് പറയാം, കുറ്റവാളികളെ ഈ മതത്തിലേക്ക് ചേർത്ത് വെക്കരുത് എന്ന് ഇവിടെ പറഞ്ഞത് ആരറിയും? നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അതെങ്കിലും ഇവരൊക്കെ കേൾക്കണ്ടേ? ഇപ്പം ഇദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ഒരു അനുയായിയാണല്ലോ. അപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞാണ് എന്ത്, നാർക്കോട്ടിക് ജിഹാദിൻ്റെ പ്രശ്നം വന്നു, ലവ് ജിഹാദിൻ്റെ ഇഷ്യൂ വന്നു, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിന്നാണ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മതത്തിൻ്റെ കള്ളിയിലേക്ക് ചേർക്കാൻ പാടില്ല. ഓരോ മതവിഭാഗത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണവും ഒക്കെ അവിടെ പ്രസിദ്ധീകരിച്ചു, അവിടെ അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഇത്തരം വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും അത് ഒരു മതത്തിൻ്റെ പേരിലേക്ക് വേഗം ആഖ്യാനിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലി എന്തല്ല, ഒരു ശരിയായ സമീപനമല്ല എന്നുള്ളതാണ്.